അവിടെ തന്നെ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട കല്ലായി അബ്ബാൻ സാഹിബിന്റെ അവിടെ തന്നെ പഠിപ്പിച്ചു. കഥ വൈകി വന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആലിമീങ്ങൾ ഇത് വലിയ മാറ്റത്തിന് കാരണം തെരഞ്ഞെടുത്ത രണ്ട് മഹാരഥന്മാരാണ് നമ്മുടെ ഒരു യോജിപ്പിന്റെ വഴിയിലേക്ക്. അപ്പോ കുറെ കാലം കഴിഞ്ഞ് സഞ്ചാര പദങ്ങളാവട്ടെ ഇത് നമ്മളെ എല്ലാ മുന്നേറ്റവും കഴിഞ്ഞു. അവസാനം 88 89 എപ്പോഴാ നമ്മൾ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ച 89. ആ 89 നമ്മളെ 5-6 ആളുകളെ പുറത്താക്കി. അതിലൊന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കിയത്. അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരുന്നു. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യവും അത്രമാത്രം കഴിവുണ്ട്. ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത്. ഷെയ്ഖുന ശംസുല്ലമ ആഗ്രഹിച്ചിരുന്നല്ലോ യോജിപ്പിക്കും. ശംസുല്ലമ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ചന്ദ്രികയിൽ എഴുതിയിട്ടില്ലേ? ഷെയ്ഖുന വഫാത്തിന് ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട്, കാന്തപുരം എഴുതിയിട്ടുണ്ട്. ഷെയ്ഖുന അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഷെയ്ഖുനയുടെ വഫാത്തിന് ശേഷം ചന്ദ്രയിൽ അബ്ദുറഹിമാൻ കല്ലായി എഴുതിയിട്ടുണ്ട് എന്ന് കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ അയാൾ സ്വയം ജീവചരിത്രം എഴുതിയിട്ടില്ല, ആ പുസ്തകത്തിൽ. അപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ ജാതിയൊക്കെ നടത്തിയല്ലോ, 2 ജാഥ കഴിഞ്ഞു. അയാളെ ജാതി മോശമൊന്നല്ല, ഗംഭീര ജാതിയാണ് നടത്തിയത്. നമ്മൾ സമ്മതിക്കണം അല്ലേ? തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം, അസൂയ തോന്നും കണ്ടാൽ. അപ്പൊ ഞാൻ പറയുന്നത്